എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. SIR-മായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക 23-ാം തീയതി പ്രസിദ്ധീകരിക്കുകയാണ്. നിലവിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു, അത് പരിശോധിക്കാം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. അത് 2025-ലെ ലിസ്റ്റ് അല്ലെങ്കിൽ 2002-ലെ ലിസ്റ്റ് ഒക്കെയാണ് അതിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ SIR ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് ആകെ 2.78 കോടി ആളുകൾക്കാണ് എന്യൂമറേഷൻ ഫോമുകൾ തയ്യാറാക്കിയിരുന്നത്. ഇതിൽ 20,000-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ച് ഏൽപ്പിക്കാനുള്ളത്. തിരിച്ചേൽപ്പിച്ച ഫോമുകളെല്ലാം BLOമാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 25.08 ലക്ഷത്തോളം വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഇവരിൽ 8 ലക്ഷത്തോളം ആളുകൾ മരിച്ചവരായിട്ടും വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഉൾപ്പെട്ടവരാണ്. ബാക്കിയുള്ള 17 ലക്ഷത്തോളം ആളുകൾ സ്ഥിരമായി വീട് മാറിപ്പോയതോ വീട് അടഞ്ഞുകിടക്കുന്നതിനാലോ കണ്ടെത്താനാകാതെ പോയിട്ടുള്ളവരാണ്. ഈ മാസം 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന അന്നു മുതൽ, അതായത് ഈ മാസം 23 മുതൽ അടുത്ത മാസം 22 വരെ പട്ടികയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഡിസംബർ 23 മുതൽ തന്നെ ഹിയറിംഗ് ആരംഭിക്കുന്നതാണ്. ഫെബ്രുവരി 14 വരെയാണ് ഹിയറിംഗ് ഉണ്ടായിരിക്കുക. പട്ടിക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ കണ്ടെത്താനാവാത്ത ആളുകളെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ BLO BLAമാർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ BLO ആരാണോ അവരുടെ കയ്യിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. PDF ഫയൽ അവരുടെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം കണ്ടെത്താനാവാത്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഫോം 7 പ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതേസമയം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം, അതായത് ഫെബ്രുവരി 23-ന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ഫോം 6 പ്രകാരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക. പ്രവാസി വോട്ടർമാരാണെങ്കിൽ ഫോം 6A പ്രകാരമായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വരുന്ന കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ നമ്മുടെ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ മുമ്പാകെ നമുക്ക് ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. ആക്ഷേപങ്ങൾ എങ്ങനെ ഉന്നയിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതായത് 2002-ലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഇല്ലാത്തവരെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് വന്നിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് നമ്മുടെ ഹിയറിങ്ങിനെ വിളിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള 12 രേഖകൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ മുഖാന്തരം ഹാജരാക്കിക്കൊണ്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ്. അപ്പൊ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നാണ് പ്രസിദ്ധീകരിക്കുക. നേരത്തെ 23-ന് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 21-ന് പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നമ്മൾ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടും അവർ ഇത് സ്വീകരിച്ചിട്ടില്ല, നമ്മൾ തള്ളി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ജില്ലാ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിലും തീരുമാനമായിട്ടില്ല എങ്കിൽ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം 30 ദിവസത്തിനകം ചീഫ് ഇലക്ട്രൽ ഓഫീസർ മുമ്പാകെ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള വഴികൾ. ഇനി ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും അപ്പീൽ സമർപ്പിച്ചിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടാതെ പോവുകയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് പിന്നീട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്കതിൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറയുന്നത് ആർക്കാണെന്ന് വെച്ചാൽ, നിലവിൽ നമുക്ക് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്മുടെ പേരുണ്ട് എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അതല്ല, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലും പേരുണ്ടെങ്കിൽ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതൊന്നും ഉൾപ്പെടാതെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും. ബൈ.